നാണമില്ലാത്തവന്റെ മുതുകിൽ ആലുകളെത്താൽ അതൊരു തണലാക്കി മാറ്റുമെന്ന് കരുതുന്ന ആളുകളെ പോലുള്ളവർ മെത്രാപ്പോലിത്തമാരോ വികാരിമാരോ ആയി മാറിയിരുന്നാൽ ഇതിന് അപ്പുറത്തുള്ള വിമർശനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആദ്യം പാമ്പ്ളാനി പിതാവ് ബൈബിൾ ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. ഗലാത്യർ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ തിരുവചനം അദ്ദേഹം എടുത്ത് വായിക്കണം വല്ലപ്പോഴുമെങ്കിലും. ബൈബിൾ പണ്ഡിതനാണല്ലോ. ശാലോൺ ഡെജിവിൽസിലൂടെ അനുസ്യൂതം അനർഗളമായി ദൈവവചന സന്ദേശങ്ങളെ ആഴത്തിൽ അപഗ്രഥിച്ചുകൊണ്ടതിന്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങിപ്പോയ വിദഗ്ധനാണെന്നൊക്കെയാണല്ലോ അഭിമാനിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. വിശുദ്ധ പത്രോസ് സഭയുടെ പരമാധ്യക്ഷന്റെ കൈവപ്പിലൂടെ മെത്രാൻ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട സാക്ഷാൽ പൗലോസ് തനിക്ക് പട്ടം കിട്ടിയതിന്റെ തൊട്ടടുത്ത് താഴത്തെ 2-ാമത്തെ വചനത്തിൽ പറയുന്നു, കേപ്പ അന്ത്യോക്യയിൽ വന്നപ്പോൾ അവനിൽ കുറ്റം കണ്ടതുകൊണ്ട് ഞാൻ അവന്റെ മുഖത്ത് നോക്കി എതിർത്തു എന്നാ പറയുക. അതെതിർക്കാനുള്ള ആർജവം സഭയുടെ മക്കൾക്കുണ്ട്. അതിന്റെ പേരിൽ പേപ്പിടി കാട്ടി പേടിപ്പിക്കാവുന്ന ധരിക്കുന്നുണ്ടെങ്കിൽ പാമ്പ്ളാനി പിതാവ് ഈ ഉണ്ടാക്കി വെച്ച ഈ അരി, ഈ കഞ്ഞി വെള്ളത്തിൽ വേവുകയില്ല എന്ന കാര്യം ഓർത്തുകൊള്ളുക. ഇതിന്റെ പേരിൽ എന്നെ കുറെ പിതാക്കന്മാരുടെ കൂടെ ഒന്ന് വളഞ്ഞിരുന്നു ഒരിക്കൽ. നല്ല സഭ്യസുന്ദര ശുദ്ധ മലയാളത്തിൽ ആധികാരികമായ രീതിയിൽ മറുപടി കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ സഭ എന്റെ ജീവപ്രാണനാണ്. 1968 മുൻപ് സുറിയാനി കുർബാനയുടെ കൊയറിൽ ഗാനമാലപിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ് ഞാനെന്നുണ്ടെങ്കിൽ എന്നെ ആരും വിശുദ്ധ കുർബാന പഠിപ്പിക്കേണ്ടതില്ല എന്നും എന്റെ സഭ എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പ്രത്യേക ഉപദേശങ്ങളൊന്നും സ്വീകരിക്കാൻ തൽക്കാലം എനിക്ക് നേരമില്ല. പിന്നെ ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്കോ സഭയിലെ ഏതെങ്കിലും കാര്യം പ്രവർത്തിക്കുന്നതിന്റെ പേരിലോ നിങ്ങളുടെ മുമ്പിൽ ഒരു ശുപാർശ കത്തിന് വേണ്ടി ഞാൻ വരില്ല. കാരണം ഒരു ശുപാർശ നേടാൻ വേണ്ടിയല്ല ഞാൻ സഭയിൽ വിശ്വസിക്കുന്നത്. എന്റെ ശുപാർശ സ്വർഗത്തിലാണ്. അതിൽ ഉത്തരവാദിത്വം തന്റെ ഇടമുള്ളവൻ എന്റെ മുമ്പിലുണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് എന്നെ ഉപദേശിക്കാൻ ആരും വരണ്ട. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു പരാന്ന ഭോജി ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ ക്യൂരിയയിലെ ചില ആളുകളുടെ ചട്ടുകമായി പ്രവർത്തി ഇടയ്ക്കിടയ്ക്ക് MDNS സംഘടനയെ തെറിയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം പലതും പറയാറുണ്ട്.